കാർമിക് കണക്ഷൻസ് ഇൻ റിലേഷൻഷിപ്പ് ശുക്രനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 7th ഹൗസിലെ ശുക്രൻ്റെ കാർമിക് കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബലവാനായ ശുക്രൻ 7-ൽ നിന്നാൽ ഉറപ്പായിട്ടും കഴിഞ്ഞ ജന്മത്തിൽ നന്നായിട്ട് പ്രണയിക്കപ്പെടണം. ശാരീരിക മാനസിക വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലൊരാളുണ്ടാവണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ വാക്യപത്രമാണ്. അത് ഫുൾഫില്ല് ചെയ്യാതെയാണ് ശുക്രൻ 7-ൽ വരുന്നത്. പ്രത്യേകിച്ച് 7th ഹൗസ് വീനസ് റെട്രോഗ്രേഡ് ആവുകയും കൂടെ ചെയ്താൽ അത് പ്രണയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രണയം പൂർവജന്മപരമായിട്ട് ഉള്ള പ്രണയമാണ്. ആ പ്രണയിച്ച ആളെ ഈ ജന്മം ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കിട്ടാനുള്ള യോഗം ഉണ്ടാവും. കുടുംബജീവിതത്തിലെ പ്രാരാബ്ധങ്ങളുടെ ദൃഢഫലത്തെയാണ് വാസ്തവത്തിൽ 7th ഹൗസ് വീനസ് സൂചിപ്പിക്കുന്നത്. അലയുന്ന ആത്മാവ് എന്നാണ് അതിനെ ഒരു ഗ്രന്ഥത്തിൽ കണ്ടത്. അതായത് ആ ആഗ്രഹം അല്ലെങ്കിൽ ചതിക്കപ്പെട്ടതിൻ്റെ വേദന ഇത് തിരിച്ചു കൊടുക്കാൻ വരുന്ന അലയുന്ന ആത്മാവ് എന്ന് പറയും. അതായത് വീനസ് ബലവാനാണെന്നുണ്ടെങ്കിൽ പ്രണയിച്ച് കിട്ടാതിരുന്നതിൻ്റെ വേദന അത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. വീനസ് മോശമാണെങ്കിൽ കൊടുത്ത പണി തിരിച്ചു തരാൻ വരുന്നു എന്നുള്ളതാണ്. അത് ഉറപ്പാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. വീണ്ടും കണ്ടുമുട്ടുന്ന ആത്മാക്കൾ, നിങ്ങളുടെ പങ്കാളി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ കാമുകനോ കാമുകിയോ ആവാം. എന്തെങ്കിലും കാരണത്താൽ അന്ന് ഒന്നിക്കാൻ കഴിയാതെ പോയവർ ഈ ജന്മത്തിൽ വിവാഹത്തിലൂടെ ഒന്നിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഷഡ്ബലത്തിലൊക്കെ ശുക്രന് ബലം കൂടി മറ്റ് ഗ്രഹങ്ങളിലൊന്നും ദൃഷ്ടിയില്ലാതെ പാപമധ്യസ്ഥിതി ഇല്ലാതെ നിൽക്കുന്ന ശുക്രൻ അത് തരും, ഉറപ്പാണത്. രണ്ടാമത് തുടർച്ചയായ പ്രണയം. കാർമിക് കണക്ഷൻ റിലേഷൻഷിപ്പിൽ വീനസിൻ്റെ 7th ഹൗസ് എന്ന് പറയുന്നത് തുടർച്ചയായ പ്രണയമാണ്. കണ്ടുമുട്ടുമ്പോൾ തന്നെ നമ്മൾ എവിടെയോ കണ്ടിട്ടുള്ള ഒരവസ്ഥ. ഈ ദേജാവു എന്നൊക്കെ പറയില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ അതിനെപ്പറ്റി. ഇവരെ എവിടെയോ എനിക്കറിയാമല്ലോ, ഇവരെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. വളരെ പെട്ടെന്ന് തന്നെ ഇവർ അടുക്കുകയും ഇവർക്ക് ആ ഒരു കണക്ഷൻ വരികയും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരികയും ഒക്കെ ചെയ്യും. പണ്ടൊരിക്കൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന, എനിക്ക് വളരെ മാനസികമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ശുക്രൻ 7-ലാണ്. എനിക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യും. കാരണം അദ്ദേഹത്തിന് ശുക്രൻ എന്ന് പറയുന്നത് അത്യാവശ്യം ബലക്ഷയമുള്ള ശുക്രനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണാനുഭവങ്ങളല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. പൊതുവേ നമുക്കത് ബാഹ്യമായിട്ട് കാണുമ്പം ശുക്രൻ കൊടുക്കുന്ന ആ ഒരു ലക്ഷറി അല്ല നമുക്ക് കാണുന്നത്. എന്നോട് വളരെ അടുപ്പവും സ്നേഹമുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ ശുക്രൻ്റെ കാരകത്വം ഉള്ളത് കൊണ്ട് ആ കാരകത്വത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എനർജി ഫീൽഡും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നാളെയും കണ്ടപ്പം ഉണ്ടായ ആ ഒരു കാർമിക് ബന്ധത്തിൻ്റെ ഒരു രീതി ഞാൻ വളരെ ഇതായിട്ട് അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞു. പക്ഷേ ഇല്ല, വിധി ബുദ്ധിയെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു കാരണവുമില്ലാതെ എന്നോട് വളരെ ദേഷ്യമായിപ്പോയി അത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പെൺകൊച്ചിനെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ അന്ന് അവർ തമ്മിൽ അത്ര അടുപ്പമുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നീട് അവർ വിവാഹിതരായി. വളരെ വിശേഷമായ രീതിയിലായിരുന്നു വിവാഹം നടന്നത്. അധികം താമസിയാതെ അവർ ഡിവോഴ്സായി. ഞാൻ അതിന് ശേഷവും, ഈ വിവാഹത്തിന് മുമ്പും അതിന് ശേഷവും ഈ ഒരു കാലയളവിൽ, ആ ഒരു കാലഘട്ടം, അവരുടെ ആ ഒരു പ്രണയം മുതൽ വിവാഹം കഴിഞ്ഞത് ഡിവോഴ്സ് ആവുന്ന ആ ഒരു കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തിൽ പ്രകൃതി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ അടുപ്പിച്ചിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ്. അതായത് ഗുരുപരമ്പരകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ അടുപ്പിച്ചിരുന്നേ ഇല്ല. അപ്പം എനിക്കത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലൊക്കെ നല്ല പണ്ഡിതനായ ഒരാളുമാണ്, അറിയാഞ്ഞിട്ടല്ല. അപ്പം എങ്ങനെയാണ് കണ്ണ് മൂടി പോകുന്നത്, ജാതകത്തിൽ ആ വിധി ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് വിഷയം ഉണ്ടാവുന്നതെന്നൊക്കെ ഉള്ളത് ഈ അനുഭവങ്ങൾ, ഏതനുഭൂയതേ തത്പ്രമാണം എന്നുള്ളതാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ വെച്ചിട്ട് വിശകലനം ചെയ്യാറുമുണ്ട്. അപ്പോൾ നമ്മുടെ
വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ വളരെ ക്ലോസ്ഡ് ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. ഞാൻ അങ്ങോട്ടും, അദ്ദേഹം എന്നോടും. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഈ പഠനത്തിൻ്റെ ആയിട്ടും എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുമൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു ചിന്തയാണ്, ഇതൊരു പൂർവ്വജന്മ പ്രാരാബ്ധമായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് വന്നുപോയി, അത് വന്ന് തീരേണ്ടതായതുകൊണ്ട്, അതൊരു ദൃഢഫലമായതുകൊണ്ട് നമ്മുടെ വിധി ബുദ്ധിയെ നിയന്ത്രിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് ആര് പറഞ്ഞാലും അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. ആ സമയത്ത് അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് വളരെ കൃത്യമായിട്ടത് മനസ്സിലാവുകയും ചെയ്തു. അപ്പം എനിക്കത് മനസ്സിലായൊരു കാര്യം, നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. എത്ര അടുപ്പമുള്ളവരുടെ അടുത്താണെങ്കിലും ശരി, നമ്മളൊരു സ്ഥാനത്ത് നിൽക്കുന്നവരുടെ അടുത്താണെങ്കിലും നമ്മളൊരു വിഷയം പറയുമ്പം എടുത്തടിച്ച പോലെ പറയരുത്. എൻ്റെ ഒരു ദോഷ സ്വഭാവമായിട്ട് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിലൊന്നും ഇല്ലായിരിക്കും, പക്ഷേ ഒരു വിഷയം കണ്ടാൽ, ഒരു ഇൻഡ്യൂഷൻസ് കണ്ടാൽ അതിങ്ങനെ ചെയ്യരുത് അല്ല ഇങ്ങനെയാണ് എന്ന് ആരോടും പറയണ്ട എന്നല്ല, പറയുമ്പം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് പറഞ്ഞു. എൻ്റെ കൺസൾട്ടേഷനിൽ എനിക്ക് ആദ്യം തുടക്കകാലത്തുണ്ടായിരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്നാദ്യം പറയുന്നത്, പുള്ളി പച്ചക്കങ്ങ് പറയും എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പറയുമെങ്കിലും വളരെ സോഫ്റ്റായിട്ട് ഷുഗർ കോട്ട് ചെയ്ത് പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ, കാരണം അതൊരു വേദന ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അതൊരു വിഷയം പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കാരണം അതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് നഷ്ടങ്ങളും മാനസിക വ്യതയും ഒക്കെയാണ്. അത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാം, ഇതൊന്നും പ്രശ്നമില്ല, ആരെന്ത് പറഞ്ഞാലും ഞാനിത് പറയും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ മറ്റുള്ളവർ, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മളോട് വേദനാജനകമായിട്ട് പെരുമാറുമ്പം അത് ദുഃഖമാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് ഹേർട്ട് ചെയ്യുമെങ്കിൽ അത് അങ്ങനെ നിൽക്കരുത്. വളരെ സോഫ്റ്റായിട്ടും ആണ്. കാരണം അതുകൊണ്ട് തന്നെ എൻ്റെ റിലേഷനിലുള്ള, അതായത് ബന്ധുക്കളുടെ അടുത്തായാലും വീട്ടിലെ പോലും ആണെങ്കിലും, വളരെ കുഞ്ഞുങ്ങളുടെയൊക്കെ അങ്ങനെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു 5-6 പേരുടെ ഒഴിച്ചാൽ ഞാൻ ബാക്കിയുള്ളവരുടെ ഒരാളുടെ കാര്യത്തിൽ പോലും ജ്യോതിഷപരമായിട്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് നോക്കിച്ചോളാൻ പറയും. നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട്, ബന്ധുക്കളുടെയൊക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് കംപ്ലയിൻറ്റ് വരും. പക്ഷെ ആ കംപ്ലയിൻറ്റ് വരുമ്പം അങ്ങനെ നീനക്ക് വലിയ ആളായി പോയത് കൊണ്ടാണോ നീ നോക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് 1-2 കംപ്ലയിൻറ്റുകൾ വന്നേക്കാം, വരികയും ചെയ്യും. അതിലങ്ങ് ഒതുങ്ങും. സസൂക്ഷ്മം വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. കാരണം അതങ്ങനെയാണ്. കാരണം ഈ ഒരു ദേജാവു എഫക്റ്റ്, ഈ ഒരു ശുക്രൻ വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പങ്കാളിയെ കാണുമ്പം ആ പൂർവ്വജന്മത്തിലെ കർമ്മബന്ധത്തിൻ്റെ കണക്ഷൻ ഇവർക്ക് വരികയും ചെയ്യും. അല്ലെങ്കിൽ ഒന്നുകിൽ ഇവർ സെയിം സോള് തന്നെയായിരിക്കും, അല്ലെങ്കിൽ സെയിം പാറ്റേണിലുള്ള കർമ്മബലമുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ആ അടുക്കാനുള്ള, ആ കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി അടുക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് വരികയും ചെയ്യും. ഇനി അടുത്തത് ഒരു വലിയ പാഠം ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, 7th ഹൗസ് ശുക്രൻ തരുന്ന ഒരു വലിയ പാഠം, ഒരു കാർമിക് ലൂപ്പിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. വിധി ബുദ്ധിയെ നിയന്ത്രിക്കും എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയുന്നൊരു വാക്കാണത്, എടോ ജിനേഷേ വിധി ബുദ്ധിയെ നിയന്ത്രിക്കും. അത് ഞാനെടുത്ത് ഇവിടെ പറഞ്ഞു എന്നുള്ളത്. അതായത് ശുക്രൻ 7th ഹൗസിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സ്നേഹമെന്നാൽ കൈവശപ്പെടുത്തേണ്ട ഒന്നല്ല, പൊസസീവ്നെസ് അല്ല എന്ന് മനസ്സിലാക്കണം. അത് സ്വാർത്ഥതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടാവുന്നതാണ്. എൻ്റേത്, എനിക്ക്, ഞാൻ, അങ്ങനെ വരൂ. കാരണം സ്വാർത്ഥതയാണ് ആസുരികത. ആസുരികതയുടെ ഗുരുവാണ് ശുക്രാചാര്യർ. അതുകൊണ്ടാണ് ആ സ്വാർത്ഥത വരും, പ്രണയത്തിൽ സ്വാർത്ഥത വരാമെന്നിരിക്കില്ല. അപ്പോൾ വരുമ്പം മറിച്ച് വിട്ടുകൊടുക്കാൻ പഠിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രാരാബ്ധത്തിലേക്ക് കിടക്കും. നിങ്ങൾ ഒരു വിഷയത്തിൽ, സ്വാർത്ഥമായ വിഷയത്തിലാണ് ആത്മാർത്ഥത കാണിക്കുന്നതെങ്കിലും നിങ്ങൾക്കത് ദൈവം അനുഗ്രഹിച്ച് തരും. പ്രകൃതി നിങ്ങളുടെ വിഷയത്തിലല്ല നോക്കുന്നത്, ആ ആത്മാർത്ഥതയിലാണ്. അതുകൊണ്ടാണ് അസുരന്മാർ തപസ് ചെയ്യുമ്പോൾ ഈശ്വരൻ അനുഗ്രഹിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ലൂപ്പ് ഹോളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്വാർത്ഥതയ്ക്കുള്ള പണി എന്തായാലും കിട്ടും, അതിനുള്ളത് തരും. ആ നെഗറ്റിവിറ്റിക്കുള്ളത് നെഗറ്റിവിറ്റി ആയിട്ടും നിങ്ങൾ അതിൽ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ളത് കിട്ടും. അസുരന്മാർ തപസ് ചെയ്യുമ്പം അതിന് ഈശ്വരൻ അനുഗ്രഹിക്കും. കാരണം ആ തപസ്സിലെ ആത്മാർത്ഥതയാണ്. പക്ഷെ ആ തപസ്സിൽ അനുഗ്രഹിച്ച് കിട്ടുന്ന വരം കൊണ്ട് കാണിക്കുന്ന പ്രവൃത്തിക്ക് ഉള്ള ഫലം വേറെ വരും, അതും കിട്ടും. അത് പാടില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ കംപ്ലൈൻറ്റ് പറയരുത്. നമ്മൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന തപസ്സാണ്, അത് ഇൻവെസ്റ്റ്മെൻ്റാണ്. വളരെ കൃത്യമായിട്ടാണത് ചെയ്യുന്നത്, തപസ്സാണത്, ഉപാസനയാണത്. എന്തിനോടായാലും, അത് ചെടി വെക്കുന്നതായാലും, ഒരു കുക്ക് ചെയ്യുന്നതായാലും,
നമ്മൾ ജോലി ചെയ്യുന്നതായാലും വീഡിയോ എടുക്കുന്നതായാലും പഠിപ്പിക്കുന്നതായാലും കുഞ്ഞുങ്ങളെ നോക്കുന്നതായാലും ഭാര്യയെ സ്നേഹിക്കുന്നതായാലും എന്തും ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിനൊരു ഫലം, ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അത് ചിലർക്ക് ദോഷമായിട്ട് ഗുണമായിട്ടൊക്കെ വരാം. പക്ഷെ ആ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആ സബ്ജക്റ്റിലെ ധാർമ്മികത സുഹൃതമായിട്ടും അധാർമികത, അതായത് ഓവർ പൊസസീവ്നെസ്, ഇതെല്ലാം ദോഷമായിട്ടും ഭവിക്കും എന്നുള്ളതാണ്. അത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പകാലത്തിലെ പണ്ട് കാലത്ത് ജാതകം നോക്കിയിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന ആൾക്ക് ഇന്ന ടെൻഡൻസീസൊക്കെ ഉണ്ടാവും, ഇന്ന കാര്യങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വജന്മ പ്രാരാബ്ധത്തിനനുസരിച്ച് വരുന്നതാണ്. ആ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇതെല്ലാമാണ്. അപ്പം ഈ സോഫ്റ്റ്വെയറുകളെ ഇയാൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതാവും, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ചുറ്റുപാടുമുള്ളവരൊരു അയാൾക്ക് പക്വതയാവുന്നിടം വരെ ചുറ്റുപാടുമുള്ളവർ നോക്കണം. അതിനുശേഷം അയാൾ സ്വയം നോക്കാനുള്ള പക്വതയും ആക്കി കൊടുക്കണം എന്നുള്ളതാണ് ഈ ജന്മത്തിലെ അച്ഛനമ്മമാരുടെ ദൗത്യം. അതാണ് പേരൻറ്റിങ്. വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും ഒക്കെ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കുഴപ്പമുള്ള കാര്യങ്ങളുമല്ല. പ്രണയിക്കുന്ന കുഴപ്പമുള്ള കാര്യമാണോ? വിവാഹം കഴിക്കുന്നത് കുഴപ്പമുള്ള കാര്യമാണോ? ലൈംഗികത കുഴപ്പമുള്ള കാര്യമാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈംഗികപരമായിട്ടുള്ള വിഷയങ്ങൾ പാപമാണെന്ന് പറയുന്നത് അധാർമികമായിട്ടുള്ള ലൈംഗിക വിഷയങ്ങളാണ് കർമ്മഫലത്തിന്, ദുഷ്കർമ്മങ്ങൾക്ക് കാരണമാകുന്നത്. ഒരാളെ സ്വാർത്ഥപരമായിട്ട് ചൂഷണം ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് യൂസ് ആൻഡ് ത്രോ ഒക്കെ ചെയ്യുന്നതും അവരിൽ നിന്ന് ശാപം മേടിച്ചു വെക്കുന്നതും ഒക്കെയാണ്. അങ്ങനെയുള്ള ജന്മങ്ങൾ അധികം പോയില്ല. പക്ഷേ മുന്നോട്ടുള്ള പ്രകൃതിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഒന്ന്, ഊർധ്വഗതിക്ക് കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ലൈംഗികത. അതുകൊണ്ട് തന്നെയാണ് കൗളാചാരത്തിൽ പഞ്ചമകാരങ്ങളിൽ ഒന്ന് വിരക്തി വരാൻ അല്ലെങ്കിൽ ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് മൈഥുനമാണ് പറയുന്നത്. അത് ഇന്നത്തെ കാണുന്ന വലിയ തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെതേഡായിട്ടല്ല. ഇന്നിപ്പോൾ എല്ലാവരും ഭൈരവിമാരുമാണ്. അപ്പോൾ അത് തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെതേഡല്ല വീരസാധന അല്ലെങ്കിൽ കൗളാചാരം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ ഒരു വ്യക്തി കുലസ്ത്രീയായി അല്ലെങ്കിൽ കൗളപുരുഷനായി കൗളസ്ത്രീയായി വരണമെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അവർ എത്ര ലക്ഷം ജപിച്ച് എത്രയോ തലത്തിലൂടെ കടന്നു പോയതിന് ശേഷമാണ് അതിൻ്റെ ഒരു തലത്തിലേക്ക്. അത് എളുപ്പമല്ല. ഇപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സാധനയെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ശാപതാപങ്ങൾ മേടിക്കുന്നതിന് പകരം ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉണ്ട്. ഈ ലോകം എപ്പോഴും ഓപ്പണാണ് ഭൗതിക സുഖങ്ങൾക്ക്. എക്കാലവും, ഇന്നല്ല എക്കാലവും, ഭയങ്കര മതനിരപേക്ഷതയും സ്വാതന്ത്ര്യവും ഒക്കെ പറയുന്ന നമ്മുടെ കേരളത്തിനേക്കാട്ടിലുമൊക്കെ ഉള്ളൊരു ഭീകരാവസ്ഥ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആൾക്കാരുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ പുറം രാജ്യങ്ങൾ. ഇപ്പം രാജഭരണമുള്ളൊരു നാടാണ് ദുബായ്. അവിടെ ഉള്ളവർക്കറിയാം, വെള്ളിയാഴ്ചയൊക്കെ വണ്ടി കൊണ്ടിട്ടിട്ട് ഞായറാഴ്ച രാവിലെ വണ്ടി എടുക്കുമ്പം വണ്ടിയുടെ ഇരുവശങ്ങളിലായിട്ട് ബ്രോത്തൽസിൻ്റെയും അതുപോലെ തന്നെ ഈ മസാജിങ് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഒരു 100-150 കാർഡ് ഒരു വണ്ടിയിൽ കാണും. ഇതെല്ലാം എടുത്തിട്ടിട്ട് പോയി ആൾക്കാർ വന്നിട്ട് ജോലിക്ക് പോകും. ഇതെല്ലാം ഊരിയിട്ടിട്ട് ജോലിക്ക് പോകും. അപ്പം വലിയ ഈ വീൽ ലോഡേഴ്സ് പോലുള്ള ക്ലീൻ ചെയ്യുന്ന വലിയ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ തൂത്താണ് ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്. അതൊരൊറ്റ ഏരിയയിലെ കാര്യമാണ് പറയുന്നത്. അത് അവിടെ ഉള്ള ദുബായിലുള്ള എല്ലാവർക്കും, അവിടെ ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ അത്രയും അവൈലബിലിറ്റി ഉള്ള ഒരു നാട്ടിൽ ഋഷിമാർ പറഞ്ഞിട്ടുള്ള ഈശ്വരോപാസനാദി വിഷയങ്ങളെ ദുരുപയോഗം ചെയ്താൽ കടുത്ത ശാപതാപങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ ശുക്രൻ മോശമായി വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാർമിക് കണക്ഷൻസ് ഇൻ റിലേഷൻഷിപ്പ് വീനസിൻ്റെ 6th ഹൗസ് പറഞ്ഞപ്പം സാന്ദർഭികവശാൽ ചില വിഷയങ്ങളും കൂടെ
പറഞ്ഞതാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഇതുമായിട്ടും നമുക്കത് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. കാരണം മൈഥുനം എന്ന് പറയുന്ന വിഷയം ശുക്രൻ്റെ കാരകത്വത്തിൽ ഉള്ളതായതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും അതുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ ഗ്രഹങ്ങളിലും ബാക്കിയുള്ള ഗ്രഹങ്ങളും ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഗ്രഹങ്ങളുടെയും മനസ്സിൽ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ കാരകനാണ്. ചന്ദ്രൻ്റെ ദശയാണ് വിംശോത്തരി നക്ഷത്ര ദശ. അപ്പോൾ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചാലും ആ നക്ഷത്രാധിപന് ദശാനാഥന് ആ ഒരു ഗ്രഹമായിരിക്കും ദശാനാഥൻ. ഇപ്പോൾ രാഹു ആണെങ്കിൽ ബാക്കി രാഹു ഉൾപ്പെടെ 9 ഗ്രഹങ്ങളുടെയും അപഹാരങ്ങൾ വരും. അത് ആ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ സൂചകനായിരിക്കുന്ന ചന്ദ്രൻ തരുന്ന മനസ്സ് സഞ്ചരിക്കുന്ന വഴിയെ പറയുന്ന കാലം മനസ്സ് എങ്ങനെയൊക്കെ സഞ്ചരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്ന ദശയുടെ ഉള്ളിൽ ദശാനാഥനുള്ളിൽ നിരവധി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശുക്രൻ വ്യാഴത്തിനുള്ളിലുമുണ്ട്, രാഹുവിനുള്ളിലുമുണ്ട്, കുജനുള്ളിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാരം വരുന്നത്, ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപഹാരം വരുന്നത്. എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരുമുണ്ട്. അപ്പോൾ അതിലേത് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ അങ്ങനെ പഠിക്കാൻ പറ്റും. അപ്പം എല്ലാവരുടെ ഉള്ളിലെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ശുക്രൻ നമ്മളീ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിലും ശുക്രൻ്റെ കണക്റ്റഡായിട്ടുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് സാന്ദർഭികവശാൽ നമ്മൾ യക്ഷിണികളുടെ കാര്യവും അതുപോലെ തന്നെ കർമ്മവിഷയങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം പൂർവജന്മ പ്രണയത്തെയാണ് കാർമിക് കണക്ഷൻ ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ പറയുന്നത്. പാസ്റ്റ് ലൈഫ് ലവർ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് നോക്കുക. ഇത് ഇന്നത്തെ കാലത്ത് ഇതിനെ വളച്ചൊടിച്ച് ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയുന്നുണ്ട്. ഒരു ആത്മാവിൻ്റെ 2 നാളം 2 ഇടത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞൊരുമിച്ച് വരുന്നു. ഒരാൾ അതിസംഘർഷമായ വഴിയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, വേറൊരാൾ ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. ഈ പ്രൊഫറ്റ് എലിസബത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു ടിൻ ഫ്ലെയിം ജേണി കൺസെപ്റ്റിൻ്റെ ആൾ. അവർ സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ആ ഒരു കൺസെപ്റ്റിലേക്ക് അവർ എടുത്ത് ചേർത്തിട്ടുണ്ടെങ്കിലും ആധുനികപരമായിട്ടുള്ള ഒരു ലോകത്ത് കുറച്ച് മോഡേണായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, യാഥാസ്ഥികതയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് സമാധാനിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിലും വാസ്തവത്തിൽ നമ്മളതിൻ്റെ കോറിലേക്ക് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എത്തുമ്പോൾ അത് സ്റ്റക്കാവും. നമ്മൾ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ പഠിച്ചു ചെല്ലുമ്പം ഏതുപോലെയാണോ ചില കാര്യങ്ങൾ പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ സ്റ്റക്കാവും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വരുമ്പോൾ നമ്മൾ കർമ്മഫലത്തിലേക്ക് വരും. അപ്പോൾ ഇവർ ആ കർമ്മഫലത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഗാഢമായിട്ട് അതിനെ പഠിക്കുമ്പം വാസ്തവത്തിൽ കർമ്മഫലം വരുന്നത് വ്യക്തിയിലൂടെയല്ല. ഞാനൊരു വ്യക്തി, നിങ്ങളൊരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി രണ്ടുപേരും മരിച്ചു പോയി കഴിഞ്ഞാൽ ആ സോളിൽ അടങ്ങിയിരിക്കുന്ന ഡെപ്റ്റാണ് വരുന്നത്. ആ ഡെപ്റ്റിൻ്റെ എനർജി ഫീൽഡുകളാണ് പിന്നെ വരുന്നത്. ഇപ്പോൾ ജിനേഷിന് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ആ ആൾ മരിച്ചുപോയി, ഞാനും മരിച്ചുപോയി, ആ ജിനേഷ് എന്ന് പറയുന്ന ആ ഒരു പേര് ജനിച്ച ശേഷം കിട്ടിയ ആ പേര് അവിടെ അസ്തമിക്കുകയാണ്. അത് തീരുകയാണ് അവിടെ. പക്ഷേ ആ സോളിൽ കിടക്കുന്ന ഇൻകംപ്ലീറ്റഡ് ഡെപ്റ്റ് ക്ലെൻസ് ചെയ്ത് മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ആ ക്ലെൻസ് ചെയ്യാനുള്ള സാഹചര്യം അടുത്ത ജന്മത്തിൽ ഒരുങ്ങും. അതുറപ്പാണ്. ആ അടുത്ത ജന്മത്തിൽ ഒരുങ്ങും. ആ ഒരുങ്ങുമ്പം സെയിം പാറ്റേൺ ഉള്ളവർ വന്നാലേ അത് ഒരുങ്ങത്തുള്ളൂ. എന്താണോ വിഷയം അത് പരിഹരിക്കേണ്ടവരായിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൻ്റെ വിഷാദയോഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു വേർഷൻ കണ്ടപ്പോൾ, അഭിനവഗുപ്തപാദാചാര്യരുടെ ഗീതാർത്ഥ സംഗ്രഹം എന്ന് പറയുന്ന കാശ്മീര ശൈവ തന്ത്ര സമ്പ്രദായത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ ഗ്രന്ഥം ഉള്ളത്, ഗീതാർത്ഥ സംഗ്രഹം. അതിൽ മോറീസ് മർജാനോവിക് എന്ന് പറയുന്ന ആളുടെ വ്യാഖ്യാനം വെച്ചിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. നല്ല രസവും തോന്നി എനിക്കത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ വിഷാദഭഗ്നായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഭഗവാൻ ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈവത്യോപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട വരദ്ധവ, നിൻ്റെ ഹൃദയ ദൗർബല്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായിട്ടുള്ള അല്ലയോ അർജുന എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ 2 കെട്ട അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പറയുന്ന 1-2 ശ്ലോകങ്ങൾ അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ മുന്നിലുള്ളവരെ
നീ കാണുന്നത് നിൻ്റെ കർമ്മപൂർത്തീകരണത്തിനുള്ള ആൾക്കാരായിട്ടല്ല. കാരണം അവരുടെ ബാഹ്യമായ രൂപത്തിലാണ്. ബാഹ്യമായ രൂപങ്ങൾ എപ്പോഴും അറ്റാച്ച്മെൻറ്റിന് കാരണമാകും. എന്നാൽ ഒരു സാധകൻ എന്നുള്ള രീതിയിൽ ഇതിനെ കാണുമ്പം, ജീവിതമാവുന്ന യുദ്ധക്കളത്തിൽ ഒരു സാധകൻ ഇതിനെ കാണുന്ന സമയത്ത് തൻ്റെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡെപ്റ്റിനെ പൂർത്തീകരിക്കാൻ വന്ന രൂപം പ്രാപിച്ച കർമ്മഫലമാണ് അതെന്ന് മനസ്സിലാകുമ്പം അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അവിടെ സ്നേഹത്തോടെയാണോ ഇടപെടേണ്ടത് അതോ വിഷമത്തോടെയാണോ ഇടപെടേണ്ടത്, വിഷമിപ്പിക്കാൻ വന്നതാണെങ്കിൽ അത് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാം, സന്തോഷിക്കാൻ വന്നതാണെങ്കിൽ അത് സന്തോഷിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് അതേ രീതിയിൽ തന്നെ അനുഭവിച്ച് അതിനെ കളയുക എന്നുള്ളതാണ്. അതിൽ ഒട്ടാതിരിക്കുക, അറ്റാച്ച്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഭംഗിയായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കൃഷ്ണൻ്റെ ജീവിതം തന്നെയാണ്. കൃഷ്ണൻ ഈ മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു മരിച്ചു കഴിയുമ്പം ഇന്നത്തെ സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു വിഷയം കൂടെ നമുക്കൊന്ന് ഈ കാർമിക് ലെസൺസുമായിട്ടും കാർമിക് കണക്ഷൻസുമായിട്ട് വെക്കുമ്പോൾ ഈ ഒരു വിഷയവും കൂടെ നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഞാൻ കൂടുതലും സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ആ രീതിയിലേക്ക് ഈ തോട്ടിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കൃഷ്ണൻ ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഈ തോട്ട്സിനെ ഉപയോഗിക്കാം. ഇവിടെ കൃഷ്ണൻ അഭിമന്യുവിൻ്റെ മരണം കഴിഞ്ഞ് പൊട്ടിക്കരയുന്ന അർജുനനെ കണ്ടിട്ട് ഞാൻ സ്പിരിച്വലാണ്, അതുകൊണ്ട് ഇതൊക്കെ മോശമാണ് അർജുന എന്നല്ല പറഞ്ഞത്. കാരണം പഴയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്ന പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ അതെല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്പിരിച്വലാണ്, അതുകൊണ്ട് നീ ഈ കരയുന്നത് ശരിയല്ല എന്നല്ല ഭഗവാൻ പറയുന്നത്. തൻ്റെ സന്തത സഹചാരിയായിരുന്ന ഈ മനുഷ്യജന്മത്തിൽ റീഇൻകാർണേഷൻ ആണെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ ഏറ്റവും വേണ്ടത് സ്പിരിച്വൽ ആയാൽ എത്ര ബോധമുണ്ടായാലും ഭൗതികമായിട്ട് വ്യവഹരിക്കുമ്പം വേണ്ടത് മനുഷ്യത്വമാണെന്നും ആ മനുഷ്യത്വം കണ്ടിട്ട് ഭഗവാന് സങ്കടമാവുന്നുണ്ട് ഈ കരച്ചിൽ, അർജുനൻ്റെ കരച്ചിൽ കണ്ടിട്ട്. അപ്പം ധാരികൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തേരാളിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കും, ഇത് മൊത്തവും ഞാൻ തീർക്കും എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ആയുധം എടുക്കത്തിൽ നിന്ന് സത്യം ചെയ്ത ആളാണ്. ഇവിടെ ധർമ്മം നോക്കിയിട്ട് കാര്യമില്ല, സർവ്വധർമ്മവും നശിച്ചു, ആ കുഞ്ഞിനെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി ഇവരെല്ലാവരും കൂടെ അത് ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ വളരെ ശക്തമായിട്ട് ധാരികൻ്റെ അടുത്ത് പറയുന്നൊരു ഭാഗമുണ്ട്. അർജുനനും പറയുന്നുണ്ട്, എനിക്കിനി നാളെ വരാൻ വയ്യ, ഞാനിനി ഇതെങ്ങനെ സഹിക്കും, എനിക്കിത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ഞാനപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടും ഈ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൃഷ്ണ ഞാനിതൊക്കെ പഠിച്ചതെന്നൊക്കെ ചോദിച്ചു വലിയൊരു വിലാപമുണ്ട്. പക്ഷേ സങ്കടപ്പെട്ട് ഇവർ ഇമോഷണലൊക്കെ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവർ യുദ്ധക്കളത്തിലുണ്ട് രണ്ടുപേരും. അർജുൻ്റെ സ്ഥാനത്തും കൃഷ്ണൻ്റെ സ്ഥാനത്തും. അതാണ് ജീവിതം. അതായത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, സന്തോഷങ്ങൾ വരും, നല്ല അനുഭവങ്ങൾ വരും. അതെല്ലാം കർമ്മപൂർത്തീകരണത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനെ അനുഭവിച്ച് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ നോക്കുക. അറ്റാച്ച്ഡ് ആവരുത്, എക്സ്പീരിയൻസ് ചെയ്യാം, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, അതിൽ നിന്ന് മനസ്സിലാക്കണം, മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. ആ അനുഭൂതിയെ നമ്മൾ ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പം അറ്റാച്ച്മെൻറ്റ് കളഞ്ഞ് വേണം അടുത്തിലേക്ക് പോകാം. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥലം മാറും, ആൾ മാറും, അനുഭവം വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും, ദുഃഖങ്ങൾ വീണ്ടും വരും. സെയിം പാറ്റേൺ പല വ്യക്തികളിലൂടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പല ആവർത്തിയാകുമ്പോൾ തിരിച്ചറിയാൻ ഈശ്വരൻ അനവധി അവസരങ്ങളും അനവധി കാര്യങ്ങളും കണ്ടുവച്ചിട്ടും തന്നിട്ടും അത് പഠിക്കാതെ എഫേർട്ട് ഇടാതെ ആ കർമ്മദുരിതം തരുന്ന വാസനകളിൽ മുഴുകി 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 ശരീരവും നശിച്ച് ജീവിതവും നശിച്ച് ഈ ജന്മം ഒന്നുമല്ലാതായിത്തീരുകയും അതിനെക്കാട്ടിലും ഈ കർമ്മഭാണ്ഡങ്ങൾ തീർക്കാതെ ഇതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ജന്മത്തിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. അത് റിപ്പീറ്റ് ചെയ്യും വീണ്ടും. മനസ്സിലായോ? ഞാൻ അങ്ങനെ വരുന്നവരോട് പറയുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഈ ജന്മം
തീർത്ത് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസം വെച്ചിട്ട് എന്തുമാത്രം ട്യൂഷന് പോകണം, എന്തുമാത്രം അടിമേടിക്കണം, ഒന്നും ബോധം വരുന്നൊരു പ്രായമാവണമെങ്കിൽ ഇപ്പോൾ 10-26 വയസ്സ് വരെയൊക്കെ പഠിച്ചാലാണ് വേറെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നത്. പണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ ജോലി കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു UG കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നൊരു കാലം. അത് കഴിഞ്ഞപ്പോൾ PG ആയി. ഇപ്പോൾ അതിൻ്റെ മേളിൽ പല സർട്ടിഫിക്കേഷൻസും ഒക്കെ കഴിഞ്ഞാണ് ഒരു ജോലി കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനും വേണ്ടി പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നുള്ളതുകൊണ്ട് അതിന് സമയം കളയുന്നില്ല. നല്ലത് ഈ ജന്മം തന്നെ മോക്ഷം കിട്ടി പരമാത്മാവിൽ ലയിച്ച് തീരാൻ എല്ലാവരെയും ആ ആനന്ദ സമുദ്രത്തിൽ ആറാടി ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ജീവിക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. അതിന് മഹാലക്ഷ്മിയും അതുപോലെ തന്നെ ശുക്രൻ്റെ അതിദേവതയായിട്ടുള്ള ഗണപതി ഭഗവാനും അന്നപൂർണേശ്വരിയും യക്ഷിയമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കാർമിക് കണക്ഷൻ ഇൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.